നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ സത്യത്തിൽ ഞാൻ നിങ്ങളോട് വെറുതെ സംസാരിക്കാന്ന് വിചാരിച്ചു വന്നതാണ്. കഴിഞ്ഞാല് ഓരോ ദിവസവും നിങ്ങളുടെ ഇപ്പൊ എന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒത്തിരി ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പം ഓരോ ആൾക്കാരും എന്റെ വീഡിയോ കാണുന്ന സന്തോഷമാണ്. അവരുടെ ലൈഫിൽ ഒത്തിരി മാറ്റം വരാനായിട്ട് എന്റെ വീഡിയോയോട് സഹായിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ എന്നെ വിളിക്കുന്നതിനും എന്നോട് നിങ്ങളുടെ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യുന്നതിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നത് എനർജിയെ പറ്റിയാണ്. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തില് നമ്മളെല്ലാവരും വിചാരിക്കുന്നത് ഞാൻ ജനിച്ചൊരു വീട് അല്ലെങ്കിൽ എന്റെ ലൈഫിലെ സാഹചര്യങ്ങള് ഇവയൊന്നും എനിക്ക് മാറ്റാൻ പറ്റില്ല. ഞാൻ ഇന്ന് ഈ ഒരു വീട്ടിലാണ് ജനിച്ചത്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് നല്ല ജോലിയില്ല. നമ്മുടെ ഇല്ലായ്മയുടെ കണക്കെടുത്തിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകണം. ശരിയല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ചാൽ ലൈഫില് ശരിക്കും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങുവാണെങ്കിൽ ലൈഫ് മാറും. കാര്യം എന്നറിയാമോ, എന്റെ ഈ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പോൾ ഒത്തിരി അധികം പല രീതിയിലുള്ള ആൾക്കാർ എന്റെ ക്ലാസ്സുകളിൽ വരാറുണ്ട്. അപ്പൊ ഞാൻ ഇപ്പൊ ഒരു 3 വർഷമായിട്ട് ഈ ഒരു കോച്ചിങ് രംഗത്ത് നിൽക്കുമ്പോൾ ഒത്തിരി അധികം എന്താണ് കടബാധ്യതയിലൊക്കെ വന്നിട്ട് ആത്മഹത്യയിലേക്കൊക്കെ പോയ ആൾക്കാര്, ഒത്തിരി അധികം റിലേഷൻഷിപ്പില് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ട് ബ്രേക്കപ്പ് ആയ ആൾക്കാര്, ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയ ഒത്തിരി അധികം മനുഷ്യരെ ഞാൻ ഈ ഒരു 3 വർഷക്കാലത്തില് ഒത്തിരി കണ്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല ആൾക്കാരും പല പല ജീവിതത്തിന്റെ പല പല ഏരിയാസിൽ നിൽക്കുന്ന ആൾക്കാര് തകർന്ന തരിപ്പണമായിട്ട് എന്റെ ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്ലാസ്സുകളിൽ വരികയും രാവിലെ 5 മണിക്ക് എന്റെ കൂടെ ഈ ഒരു 5 ഡേയ്സിന്റെ ഒരു മിറക്കിൾ മോർണിംഗിന്റെ ബാച്ചില് 100% അവര് സറണ്ടർ ചെയ്തിട്ട് അവരുടെ യൂണിവേഴ്സിൽ ശരിക്കും അത്രയും വിശ്വസിച്ചിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളില് ഉറച്ചു നിന്നിട്ട് അവരുടെ ജീവിതത്തില് വലുതായിട്ട് ചിന്തിക്കാനും അവരുടെ ലൈഫിന്റെ കറന്റ് റിയാലിറ്റിയെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനൊക്കെ തയ്യാറായപ്പോഴ് എനിക്ക് തോന്നുന്ന ഒരു 1000-ലധികം സക്സസ് സ്റ്റോറീസ് എങ്കിലും ഈ ഒരു 3 വർഷത്തില് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താണെന്നറിയാമോ, നിങ്ങളുടെ ജീവിതത്തില് ഇപ്പൊ നിങ്ങൾക്ക് പണമില്ലാത്തൊരവസ്ഥയുണ്ട്, നിങ്ങളുടെ ജീവിതത്തില് ജോലി ഇല്ലാത്ത അവസ്ഥ, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തെ വെറുക്കാനായിട്ടുള്ള കാരണങ്ങളാക്കാതെ നിങ്ങളുടെ ജീവിതത്തെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാക്കി മാറ്റാം. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, എല്ലാ ദിവസവും നിങ്ങൾ ഇന്ന് കിടക്കാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നാളെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ഒരു ടു ഡു ലിസ്റ്റ് എഴുതുക. ഈ ടു ഡു ലിസ്റ്റ് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ശരിക്കും നിങ്ങൾ കിടക്കാൻ പോണതിന് മുമ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുണ്ടായ നല്ല കാര്യങ്ങൾ ഒത്തിരി ഉണ്ടായി. കാര്യം ഓരോ മനുഷ്യരും നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ, ഞാൻ തന്നെ തിരിഞ്ഞു നോക്കിയാല് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇത് വീഡിയോ എടുക്കുന്നത് എന്റെ വീടിന്റെ ഫ്രണ്ടിലാണ്. ഞാൻ എന്നും നന്ദിയോടെ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ വീടിന്റെ സ്ഥലം വാങ്ങാനായിട്ട് 2002 എന്റെ വിശ്വാസം. 2002 ഈ ഒരു സ്ഥലത്തിന്റെ ഉടമയുടെ അടുത്ത് ഇങ്ങനെ ചെല്ലുമ്പോൾ എനിക്ക് ഈ ഒരു സ്ഥലം കണ്ട് അത്ര ഇഷ്ടപ്പെട്ടു. അപ്പൊ അദ്ദേഹം അത് വിൽക്കാനായിട്ട് ഒട്ടും തീരുമാനിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ഈ സ്ഥലം കൊണ്ടുവന്ന ബ്രോക്കറുമായിട്ട് ഞാനും ഹസ്ബൻഡും കൂടി അദ്ദേഹത്തിന്റെ വീട്ടില് ചെല്ലുവാണ്. അദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ ആര് പറഞ്ഞു ഈ സ്ഥലം വിൽക്കണമെന്ന്? ഞാൻ സ്ഥലം വിൽക്കാനായിട്ട് ആലോചിക്കുന്ന പോലും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് വീട് വെക്കാനായിട്ട് ഈ സ്ഥലം അത്ര ഇഷ്ടമുണ്ട്, എനിക്ക് ഈ ഒരു സ്ഥലം വാങ്ങിയാൽ കൊള്ളാം ആഗ്രഹം ഉണ്ടെന്ന് ഞാനിങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു ഇന്റൻഷൻ അത്രയും പ്യൂർ ആയിരുന്നു, ഈ സ്ഥലം എനിക്ക് അത്രയും ഇഷ്ടമായിരുന്നു. അപ്പോ ശരിക്കും ആ ഒരു സ്ഥലത്തിന് ഒരു എഗ്രിമെന്റ് ഒന്നും എഴുതിയില്ല. പിറ്റേ ദിവസം ശരിക്കും 1-2 ദിവസം കഴിഞ്ഞപ്പോഴ് വീണ്ടും എന്റെ ബ്രോക്കർ അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹം എനിക്ക് വീട് വെക്കാനായതുകൊണ്ട് ആ സ്ഥലം തരാമെന്ന് സമ്മതിക്കുവാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ എങ്ങനെയാ പൈസ ഉണ്ടാക്കുമെന്ന് അറിയില്ല, എന്റെ ചിന്ത ഫെഡറൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാമെന്ന ചിന്തയിലാണ് ഞാൻ ഈ ഒരു സ്ഥലം വാങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയത്. അപ്പോഴാണ് ജയ്മോന്റെ അമ്മ ശരിക്കും ഫെഡറൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ആവുന്നത്. അപ്പൊ ആ റിട്ടയർ ആയ സമയത്ത് മമ്മിക്ക് ഏതാണ്ട് ഒരു 20 ലക്ഷം 22 ലക്ഷമാണ് അന്ന് മമ്മിയുടെ റിട്ടയർമെന്റ് ആയിട്ട് 40 വർഷം ജോലി എടുത്തതിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ട് PF മമ്മിക്ക് കിട്ടുന്നത്. ഈ ഒരു സ്ഥലം ഞാൻ വാങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴ്
മമ്മി അത് സ്വമനസ്സാല് ഞങ്ങൾക്ക് ആ സ്ഥലം വാങ്ങാൻ വേണ്ടിട്ട് തന്നെയാണ്. അപ്പൊ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോഴ് എന്റെ ഭർത്താവിന്റെ അമ്മയുടെ 40 വർഷത്തെ അധ്വാനമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു നല്ല വീടിന്റെ ഒരു ഫൗണ്ടേഷൻ. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഞാന് നമ്മുടെ ജീവിതത്തില് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ നന്മകളെയും നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവര് തരുന്ന ഓരോരോ അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് എഴുതി കഴിഞ്ഞാല് നമ്മൾ എത്ര റിച്ച് ആണെന്ന് നമുക്ക് തോന്നും. ആ റിച്ച്നെസ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു പൈനാപ്പിൾ ഇല്ലേ, പൈനാപ്പിളിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ? പൈനാപ്പിൾ ശരിക്കും അതിനിങ്ങനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൊക്കത്തിലൊരു ക്രൗൺ പോലെയാണ് ആ ചെടി നിൽക്കുക. എഗെയിൻ അതിന്റെ ആ മുള്ളുകളൊക്കെ ചെത്തി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നല്ല പഴമാണ്, നല്ല സ്വീറ്റാണ് പൈനാപ്പിള്. അതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളാവേണ്ടത്. നമ്മളുടെ ജീവിതത്തിന് നമ്മൾ തലയെടുപ്പോടെ നമ്മുടെ ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ജീവിക്കണം. ഒപ്പം നമ്മളുടെ ഉള്ളില് ഒരു നന്മയുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മൾ ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഇന്റൻഷനാണ് നമ്മൾ കൊടുക്കണതെങ്കിൽ അകത്ത് സന്തോഷം ഉണ്ടാവുകയും ആ സന്തോഷത്തിലാണ് നമ്മൾ സമാധാനത്തോടെ നമ്മൾ എന്ത് പ്രവൃത്തിയും മറ്റുള്ളവന് നന്മയായിട്ട് ചെയ്യണം എന്ന ആഗ്രഹത്തോടെ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും ആ ഒരു പ്രവൃത്തി നമ്മൾക്ക് തരുന്നതുകൊണ്ട് അത്രയും നല്ലൊരു നേട്ടം മാത്രമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെ. ആ നേട്ടങ്ങൾ നമ്മുടെ ലൈഫില് നമ്മുടെ തലമുറകളിലേക്ക് പോയി ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഭാഗ്യവും നമുക്ക് കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. നിങ്ങളുടെ ജീവിതത്തില് എന്താണ് വേണ്ടതെന്നുള്ളത്. പല ആൾക്കാർക്കും എനിക്ക് ഇത്രയും പണം കിട്ടിക്കഴിഞ്ഞാൽ എന്റെ വീഡിയോയുടെ താഴേക്ക് വന്നിട്ട് എനിക്ക് ഇപ്പൊ 10 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ എല്ലാ പ്രശ്നം തീരും. ഇതൊക്കെ എഴുതുന്ന ഒത്തിരി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ പണം വേണം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുക, ഈ പണം ഉണ്ടാക്കാൻ, ഈ ഒരു പണം എനിക്ക് കിട്ടാൻ ഞാൻ കൊടുക്കാൻ പോകുന്ന സർവീസ്, ഞാൻ എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ തയ്യാറാകും, ഞാൻ എന്താണ് ഈ ഒരു പണം നേടാനായിട്ട് ഞാൻ എന്നെ എത്രയധികം എന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ത് കൊടുക്കാൻ റെഡിയാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു മനുഷ്യന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു പണം തരില്ല. ആ പണം നിങ്ങൾക്ക് അവർ തരണമെങ്കിൽ അതിന്റെ ഈക്വൽ വിലയുള്ള എന്തെങ്കിലും ഒരു സർവീസ് നിങ്ങൾ കൊടുത്താൽ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കൊരു പണം ആഗ്രഹിക്കാൻ പോലുമുള്ള അവകാശമുള്ളൂ. കാരണം ഈ ലോകത്തില് ഒരാളോടും ഫ്രീ ആയിട്ട് ചോദിക്കാനായിട്ട് നമുക്ക് അവകാശമില്ല. അപ്പൊ നമ്മൾക്ക് അതിന് തുല്യമായിട്ടുള്ള ഒരു സർവീസ് കൊടുക്കാനായിട്ടുള്ള ബാധ്യത നമുക്കുണ്ട്. അപ്പൊ പണം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കണം, ഞാൻ ഈ ഒരു പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് പ്രവർത്തനമാണ് ഞാൻ ചെയ്യുക, എത്ര അധികം ആൾക്കാരുടെ ജീവിതത്തെ എനിക്ക് എങ്ങനെ ക്രിയേറ്റീവായിട്ട് അവരുടെ ലൈഫിനെ നേടാൻ, അവരുടെ ജീവിതത്തെ എളുപ്പമാക്കാൻ ഞാൻ എന്ത് കോൺട്രിബ്യൂഷൻ കൊടുക്കും. ആ ഒരു രീതിയിലേക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ആ ഒരു ചിന്തയോടെ നിങ്ങൾ ഹൈ എനർജിയുള്ള ഒരു മനുഷ്യനായിട്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊരു 24 മണിക്കൂറാണ് ഒരു മനുഷ്യനുള്ളത്. ആ 24 മണിക്കൂറില് ഞാനിപ്പോ എന്റെ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ ബുക്ക് എഴുതാൻ തുടങ്ങിയപ്പോഴ് ഞാനിപ്പോ വീട്ടിലിരുന്നപ്പോ ഞാൻ ഏറ്റവും ആദ്യമേ തീരുമാനിച്ചത് എനിക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോഴ് എനിക്ക് ചെറുപ്പത്തിൽ വളരെ നല്ല രീതിയിൽ എഴുതാനായിട്ടൊരു കഴിവുണ്ട്. അപ്പൊ ഞാൻ ആലോചിച്ചു, നല്ല ബുക്കുകൾ വായിക്കുന്നതും എന്റെ ശീലമാണ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു എന്റെ ഒരു എക്സ്പീരിയൻസ് ഒരു ബുക്കായിട്ട് എഴുതാം. അപ്പൊ ആ ബുക്ക് എഴുതി ഒരു 10,000 ബുക്കുകൾ വിൽക്കാൻ പറ്റിയാൽ എനിക്ക് അതിന് പൈസ കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ എവറി ഡേ ഇരുന്നിട്ട് എഴുതാൻ തുടങ്ങി. ഇപ്പൊ ഞാനൊരു 3 ബുക്കുകളെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ ആദ്യത്തെ ബുക്കുകൾ അത്രയധികം നന്നായിട്ട് വിറ്റുപോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ആ ഒരു ബുക്കുകൾ വിൽക്കുമ്പോൾ എനിക്ക് പൈസ കിട്ടുന്നുണ്ട്. എഗെയിൻ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴ് എനിക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് ആൾക്കാരെ പഠിപ്പിക്കാനായിട്ട് നല്ലൊരു കഴിവുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ എന്റെ ഒരു ക്രെഡിബിലിറ്റി എന്താണ്, എനിക്ക് സ്ക്രാച്ചിൽ നിന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് എത്താൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ പല ആൾക്കാരുടെയും പ്രശ്നം എന്താണ്, അവരുടെ ജീവിതത്തില് ഫെയിലിയേഴ്സ് വരുമ്പോൾ അവര് തകർന്നു കിടക്കണു, അവർക്ക് അതിൽ നിന്ന് എണീക്കാൻ പറ്റണില്ല. എണീറ്റിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിനെ റീബിൽഡ് ചെയ്യാനായിട്ട് പല ആൾക്കാർക്ക് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു എന്റെ ജീവിതത്തിൽ ഒരു മോട്ടിവേഷൻ ഇല്ല, എന്റെ ജീവിതത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റണില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരെ കൈ പിടിച്ചുയർത്തി അവരുടെ ജീവിതത്തിന്റെ റിയൽ പർപ്പസിലേക്ക് കൊണ്ടുപോകാനും അവരെ എഴുതി വെക്കുന്ന ഗോളുകൾ അക്കൗണ്ടബിൾ ആയിട്ട് അച്ചീവ് ചെയ്യിക്കാനായിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാൻ എനിക്ക് പറ്റും എന്ന ഒരൊറച്ച വിശ്വാസമാണ് ഒരു ലൈഫ് കോച്ചായിട്ട് സർവീസ് ചെയ്യാനായിട്ടുള്ള തീരുമാനം ഞാൻ എടുത്തത്.
അപ്പൊ ആ തീരുമാനം എടുത്തപ്പോ ഞാൻ ആദ്യമേ എടുത്ത തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10,000 പേരെ എനിക്ക് പഠിപ്പിക്കണം. ആ പഠിപ്പിക്കുന്നത് 199 റുപ്പീസിൽ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പൊ എന്താണ് 199 റുപ്പീസിന് 10,000 പേരെ പഠിപ്പിച്ചാല് എനിക്ക് ഞാൻ തീരുമാനിച്ചൊരു വില എന്ന് പറഞ്ഞാൽ 20 ലക്ഷം രൂപയാണ്. അപ്പൊ 20 lakh റുപ്പീസ് ആണ് ഞാൻ ആ ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ നേടാം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ഞാൻ 10,000-ലധികം ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട്. 20 ലക്ഷത്തിൽ കൂടുതൽ ഒരു എമൗണ്ട് ഞാൻ ഈ ഒരു കാര്യത്തിൽ നിന്ന് നേടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് ലൈഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ എന്ത് കാര്യങ്ങളും നേടണമെങ്കിൽ നമ്മൾ എന്താണ് കൊടുക്കണത് എന്ന് നമ്മൾക്ക് എഴുതി വെച്ചിട്ട് പ്രവർത്തിക്കാൻ റെഡിയാവണം. പല ആളുകളും ലൈഫില് വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തണം, വലിയ വലിയ മാൻഷൻ കെട്ടണം, 100 കോടിയും 1000 കോടിയും ഒക്കെ എത്തണം എന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ ആ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു നിലവാരത്തിലേക്ക് ആ ഗോളിലേക്ക് 100% കമ്മിറ്റഡ് ആയിട്ട് ആ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത് വരെ പ്രവർത്തിക്കാനായിട്ട് എത്ര ആൾക്കാർ തയ്യാറാവുന്നത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഏത് ഗോളുകൾ അച്ചീവ് ചെയ്താലും അത് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ഒരു ആക്ഷനിലേക്ക് പോണ ഒരാൾക്ക് മാത്രമേ, ക്ഷമയോടെ പരിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ, നിരന്തരമായിട്ട് പരിശ്രമിക്കുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ഫെയിലിയർ വന്നാലും ആ ഫെയിലിയറിന് തകരാതെ പിടിച്ചു നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ ജീവിതത്തില് വിജയിയായിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ വിജയം എന്ന് പറയുന്നത് ഒരു ആക്സിഡന്റൽ പ്രോസസ് അല്ല. അത് ശരിക്കും നമ്മൾക്ക് എന്താണ് വേണ്ടത് എന്ന് കറക്റ്റ് ആയിട്ട് എഴുതിയുണ്ടാക്കി അതിനോട് 100% ആത്മാർത്ഥത പുലർത്തി നമ്മള് ക്രിയേറ്റ് ചെയ്യണ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് ലൈഫിൽ നിങ്ങൾക്ക് ഏതൊരാൾക്കും എന്തും ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഈ ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ആ ഒരു കറൻസി എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പൊ നിങ്ങളുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യാനും ഹൈ എനർജി ഉള്ള ഒരാളായിട്ട് വലുതായിട്ട് ചിന്തിക്കാനും നിങ്ങളുടെ സമയത്തെ ഒരിക്കലും പാഴാക്കാതെ നിങ്ങളുടെ പണത്തെ പ്രൊട്ടക്ട് ചെയ്തിട്ട് പണത്തെ ഒരു ടൂളായിട്ട് കണ്ട് ആ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഒരു ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യണ ഒരാളായിട്ട് മാറാനായിട്ട് ഒരു 1%ലേക്ക് ഫോർകാസ്റ്റ് ചെയ്യണ ഒരാളായിട്ട് മാറിയാല് ലൈഫ് എന്ന് പറയുന്നത് ആഴ്ചക്കാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു മനുഷ്യനും അങ്ങനെ ലൈഫിൽ മാറ്റം വരുത്തണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ മാനിഫെസ്റ്റ് മിറക്കിൾസിൽ വരാം. നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ഹൈ എനർജി ഉള്ള ഒരു മാനിഫെസ്റ്റർ ആയിട്ട് മാറാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് ഒരു മാനിഫെസ്റ്റ് ചെയ്യാം എന്നുള്ളതിന്റെ ടെക്നിക്കുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തണം, നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. നിങ്ങളുടെ ഒരു ലൈഫില് ഒരു മില്യനിയറോ ഒക്കെ ആവാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഉറപ്പായിട്ടും ഈ ഒരു ക്ലാസ്സുകളിൽ കൂടി വരിക. കാര്യം ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ എന്തും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഭർത്താവിന് ജോലിയില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. ആ കുടുംബത്തിലേക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യണ ഒരാളായിട്ട് മാറാനായിട്ട് പങ്കാളി തയ്യാറായാൽ ലൈഫ് മാറും. അപ്പൊ നമ്മളെ ഒരു അരിയാവാതിരിക്കുക, നമ്മുടെ ജീവിതത്തിന്റെ 100% റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് നമ്മുടെ ജീവിതം എപ്പോഴും നമ്മളൊരു കിരീടം പണിതിട്ട് ആ കിരീടം വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കസേര എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കസേര ആയിരിക്കണം. ആരുടെയെങ്കിലും കസേര എടുത്തിട്ട് അവിടെ പോയി ഇരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾക്ക് വേണ്ടി നമ്മളൊരു കസേര ഉണ്ടാക്കി ഇരുന്നാലുണ്ടല്ലോ ആ ഒരു കസേരയിൽ നിന്ന് ഒരാളും നമ്മളെ പടിയിറക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ലൈഫിന്റെ രാജാവാകാൻ രാജകുമാരിയാവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും. 50,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നൽകുന്ന സപ്പോർട്ടിന് നന്ദി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10x പ്രൊഡക്റ്റീവ് ആകാനും നിങ്ങളുടെ ലൈഫിനെ എഫേർട്ട്ലെസ് ആയിട്ട് മാനേജ് ചെയ്യാനും സഹായിക്കുന്ന ഒരു കണ്ടന്റുകളാണ് ഏറ്റവും കൂടുതൽ ഞാൻ ഒരു വീഡിയോയില് അല്ലെങ്കിൽ എല്ലാ വീഡിയോസിലും ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലൈവായിട്ട് എൻ്റെ കൂടെ പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്റെ ക്ലാസ്സുകളിൽ വരിക. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നൽകുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും നന്ദി. ലവ് യു.